അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയിന മുഹമ്മദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ശ്രോതാക്കളെ, പഠിതാക്കളെ, 9ാമത്തെ ചാപ്റ്ററിലെ 2ാമത്തെ തംരീനിലെ 3ാമത്തെ ഭാഗമാണ്. 9ാമത്തെ ചാപ്റ്ററിലെ 2ാമത്തെ പാർട്ടിലെ 3ാമത്തെ തംരീനാണ് ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് വായിക്കാനുള്ളത്. ഇത് വായിക്കുന്നതിൻ്റെ മുമ്പ് ഇതുവരെ നമ്മൾ വായിച്ചതിൻ്റെ ഒരു ചുരുക്കം പറയുകയാണ്. അഥവാ ഇതുവരെ വായിച്ചെടുത്ത് കൂടുതൽ നമ്മൾ ശ്രദ്ധ ചെലുത്തിയത് നഅത്ത് മൻഊത്ത് എന്ന വിഷയമാണ്. അഥവാ നഅത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയല്ലോ വിശേഷണം എന്നുള്ളതാണ്. അപ്പോൾ അതിനെ നമുക്കൊരു പ്രസ്താവനയായി ഇങ്ങനെ പറയാം. അഥവാ ഇന്ന നഅത്ത, അഥവാ നഅത്ത് എന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട്? യത്ബഉൽ മൻഊത്ത, അത് മൻഊത്തിനെ പിന്തുടരും. ഫിത്തൻകീരി, നക്കിറയിലും വത്തഅരീഫി മഅരിഫയിലും വഫിൽ ഇറാബി, ഈ ഇറാബിലും എന്ന് പറഞ്ഞാൽ നക്കിറ എന്ന് പറഞ്ഞാൽ നക്കിറയിലും മഅരിഫയിലും എന്ന് പറഞ്ഞാൽ, ഉദാഹരണം പറയുകയാണെങ്കിൽ ദാരിസുൻ എന്നത് നക്കിറയാണ്. ദാരിസുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതോ ഒരു വിദ്യാർത്ഥി എന്നതാണ് അതിൻ്റെ അർത്ഥം. ഒരു വിദ്യാർത്ഥി, എ സ്റ്റുഡൻറ്റ്, അത് ആരും ആവാം. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? വിശേഷണം നൽകുകയാണെങ്കിൽ ദാരിസുൻ ജമീലുൻ എന്ന് കൊടുക്കാം. അപ്പോൾ ഇത് എന്താണ്? ദാരിസുൻ ഏതോ ഒരു വിദ്യാർത്ഥി, ഒരു സ്റ്റുഡൻറ്റ്, ജമീലുൻ ഭംഗിയുള്ളവനാണ്. ദാരിസുൻ ജമീലുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എ ബ്യൂട്ടിഫുൾ സ്റ്റുഡൻറ്റ് എന്നാണ് അർത്ഥം. അപ്പോൾ ദാരിസിന് എന്ത് ചെയ്തു? വിശേഷണം നൽകി. അപ്പോൾ അത് ദാരിസ് അവിടെ അത് നക്കിറയാണ്. നക്കിറയാണ് എന്ന് തിരിച്ചറിയാൻ പെട്ടെന്നുള്ള ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ അതിന് അലിഫ്ലാം ഇല്ല എന്നുള്ളതാണ്. അലിഫ്ലാം ഇല്ലാത്തതെല്ലാം നക്കിറയാണ് എന്നില്ല. ഇതിൻ്റെ ഭാവിയിൽ നമ്മൾ ആ വിഷയങ്ങൾ പഠിക്കും. പെട്ടെന്ന് മനസ്സിലാവാൻ, ഈ ചാപ്റ്ററിൽ മനസ്സിലാകാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ദാരിസുൻ എന്നുള്ളത് നക്കിറയാണ്. അതിനാണ് വിശേഷണം നൽകുന്നതെങ്കിൽ ജമീലുൻ എന്ന് കൊടുത്താൽ മതി. എന്നാൽ അതേ സമയത്ത് അദ്ദാരിസു എന്നാണെങ്കിലോ അത് മാരിഫയായി. അദ്ദാരിസു, ഈ അലിഫ്ലാം വന്നതോടുകൂടി അതെന്താണ്? ആ പറയുന്ന വ്യക്തിയുടെ മനസ്സിൽ ആ സ്റ്റുഡൻ്റ് ആരാണ് എന്നുണ്ട്. അതാണ് ദ സ്റ്റുഡൻറ്റ്. അപ്പോൾ അതിന് വിശേഷം നൽകുകയാണെങ്കിലോ അദ്ദാരിസു എന്ന് പറയുമ്പോൾ അൽ ജമീലു. അപ്പോൾ ഇവിടെ ദാരിസ് എന്ന് പറയുന്നത് എന്ത് ചെയ്തു? ദാരിസുൻ എന്നുള്ള അത് മാരിഫയായപ്പോൾ അൽ ജമീലു എന്നതിനെയും മാരിഫയാക്കി മാറ്റി എന്നർത്ഥം. അടുത്തത് നമ്മൾ പ്രസ്താവനയിൽ നമ്മൾ പറഞ്ഞൊരു വിഷയം എന്താണ്? ഇഅ്റാബാണ്. ഇഅ്റാബ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ദാരിസുൻ, അതിന് ഇഅ്റാബ് അവസാനം റഫ് ആണ്, ലൊമ്മാണ്. ദാരിസുൻ ജമീലുൻ. എന്നാൽ ദാരിസീൻ എന്നാണെങ്കിലോ അവസാനം അതിന് കസ്റു തൻവീനാണ്. അപ്പോൾ ജമീലിൻ എന്ന് പറയണം. ദാരിസ എന്നാണെങ്കിലോ അതിന് നസ്ബാണ്, അഥവാ ഫത്ഹാണ്. അപ്പോൾ ജമീല, ദാരിസ ജമീല. അദ്ദാരിസുൽ ജമീലു, അദ്ദാരിസൽ ജമീല, അദ്ദാരിസിൽ ജമീലി. ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? നഅത്ത് മൻഊത്തിനെ നക്കിറയിലും മഅരിഫയിലും അതുപോലെ തന്നെ ഇഅ്റാബിലും പിന്തുടരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയാം. പ്രശ്നമില്ല, അതൊരു പ്രയാസകരമായൊന്നുമല്ല. നേരത്തെ നമ്മൾ പ്രാക്ടീസ് ചെയ്തൊരു വിഷയമാണ്. ഒരു പ്രസ്താവനയായി നിങ്ങളുടെ മനസ്സിലുണ്ടായിക്കൊള്ളട്ടെ എന്ന് വിചാരിച്ചതുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഇനി നമുക്ക് 3ാമത്തേതിലേക്ക് നമുക്ക് വരാം. 3ാമത്തെ ഭാഗം ഇഖ്റ, റീഡ്. എന്താണ് ഇവിടെ വായിക്കേണ്ടത്? അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടല്ലേ? എന്താണ് അണ്ടർലൈൻ ചെയ്തത്? അത്വാലിബുല്ലദീ, കണ്ടോ? അൽ കിതാബുല്ലദീ, അൽ ജമീലുല്ലദീ, അൽ കബീറുല്ലദീ, അസ്സരീറുല്ലദീ. അപ്പോൾ അല്ലദീ എന്ന ഒരു കാര്യത്തെ നമ്മൾ ഇവിടെ എന്ത് ചെയ്യാണ്? പഠിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ടെക്സ്റ്റിൽ നമ്മുടെ പാഠഭാഗത്ത് അത് വന്നു, അതിൻ്റെ അർത്ഥവും നമ്മൾ പറഞ്ഞിട്ടുണ്ട്.
ഇതിന് പറയുന്ന പേരാണ്. അല്ലദീ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പറയുന്ന പേര് മനസ്സിലാക്കുക, അതുപോലെ ഇതിൻ്റെ പ്രയോഗവും മനസ്സിലാക്കുക എന്നുള്ളതാണ് നമുക്കിവിടെ ചെയ്യാനുള്ളത്. എന്താണ് അല്ലദീ എന്നതിൻ്റെ അർത്ഥം എന്താണ്? അല്ലദീ എന്നതിന് നമുക്ക് എന്ത് ചെയ്യുക, അതിന് ഇംഗ്ലീഷിലേക്ക് നമ്മൾ വിവർത്തനം ചെയ്യുകയാണെങ്കിൽ റിലേറ്റീവ് പ്രോനൗൺ എന്നതാണ് പറയാം. റിലേറ്റീവ് പ്രോനൗൺ അഥവാ സർവനാമങ്ങൾ എന്നതിന് അർത്ഥം പറയാൻ പറ്റും. ആ സർവനാമങ്ങളിൽപ്പെട്ട ഒന്നാണ് എന്ത്? അല്ലദീ എന്നത്. അല്ലദീ. അപ്പോൾ റിലേറ്റീവ് പ്രോനൗൺസിൽപ്പെട്ട, മലയാളത്തിലാണെങ്കിൽ സർവനാമം എന്ന് പറയുന്ന ഒന്നാണ് അല്ലദീ എന്നുള്ളത്. ഇനി നമ്മൾ നോക്കേണ്ടത് ഇതിൻ്റെ അർത്ഥമാണ്. അതിൻ്റെ അർത്ഥം, അതിൻ്റെ പ്രയോഗം നമുക്ക് വായിച്ചു നോക്കാം. എങ്ങനെയാണ് നമ്മൾ വായിക്കുക? അത്തോലിബുല്ലദീ ഖറജ മിനൽ ഫസ്ലിൽ ആന മിൻ ഇന്തോനേഷ്യ. അവിടെ മിനാന്നില്ല കേട്ടോ, മിനൽ എന്നില്ല, മിൻ ഇന്തോനേഷ്യ. അത്തോലിബുല്ലദീ ഖറജ, അത്തോലിബുല്ലദീ ഖറജ എന്ന് പറഞ്ഞാൽ ദ സ്റ്റുഡൻറ്റ് ഹൂ എന്നാണ് ഇതിൻ്റെ അർത്ഥം. ദ സ്റ്റുഡൻറ്റ് വിദ്യാർത്ഥി, അഥവാ അല്ലദീ ഖറജ പുറപ്പെട്ടവനായ. അല്ലദീ ഖറജ എന്നാൽ പുറപ്പെട്ടവനായ വിദ്യാർത്ഥി. മിനൽ ഫസ്ലി ക്ലാസ്സിൽ നിന്നും, അൽ ആന ഇപ്പോൾ, മിൻ ഇന്തോനേഷ്യ അവൻ ഇന്തോനേഷ്യയിൽപ്പെട്ടവനാണ്. മനസ്സിലായോ? ക്ലാസ്സിൽ നിന്നും ഇപ്പോൾ പുറപ്പെട്ടവനായ വ്യക്തി മിൻ ഇന്തോനേഷ്യ അവൻ ഇന്തോനേഷ്യയിൽ നിന്നുള്ളവനാണ്. യെസ്. അടുത്ത് നോക്കൂ. അൽ കിതാബുല്ലദീ അലൽ മക്തബിലിൽ മുദർരിസി. അൽ കിതാബുല്ലദീ അലൽ മക്തബ്, മക്തബിന്മേലുള്ളതായ പുസ്തകം, ടേബിളിന്മേലുള്ളതായ പുസ്തകം. അവിടെ ദ ബുക്ക് വിച്ച് അലൽ മക്തബി അഥവാ ഓൺ ദി ടേബിൾ, ടേബിളിന്മേലുള്ളതായിട്ടുള്ള പുസ്തകം, ലിൽ മുദർരിസി അത് അധ്യാപകൻ്റേതാണ്. അടുത്തത് ലിമൻ ഹാദൽ ഖലമുൽ ജമീലുല്ലദീ അലൽ മക്തബി. ടേബിളിന്മേൽ ഉള്ള ഭംഗിയുള്ളതായ ഈ പേന ആരുടേതാണ്? യെസ്. നാലാമത്തേത് അൽ ബൈത്തുൽ കബീറുല്ലദീ ഫീ ദാലിക ശാരിഇൽ വസീർ. അൽ ബൈത്തുൽ കബീറു അല്ലദീ ഫീ ദാലിക ശാരി, വലിയ വീട്. അല്ലദീ ഫീ ദാലിക ശാരി ആ റോട്ടിൽ ഉള്ള വലിയതായ വീട്, ലിൽ വസീരി അത് മന്ത്രിയുടേതാണ്. അപ്പോൾ അഞ്ചാമത്തേത് അസ്സരീറുല്ലദീ ഫീ ഗുർഫത്തി ഖാലിദിൻ മക്സൂറുൻ. ഖാലിദിൻ്റെ റൂമിലുള്ളതായ കട്ടിൽ മക്സൂറുൻ അത് പൊട്ടിയതാണ്. ഇവിടെ നമ്മൾ ഈ അണ്ടർലൈൻ ചെയ്ത കാര്യങ്ങളെ കണ്ടല്ലോ. അല്ലദീ എന്നുള്ളത് എല്ലാത്തിലും അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ അല്ലദീ എന്നുള്ളതിന് നേരത്തെ നമ്മൾ പറഞ്ഞു റിലേറ്റീവ് പ്രോനൗൺസ് ആണ്, അഥവാ റിലേറ്റീവ് പ്രോനൗണിൽപ്പെട്ട ഒന്നാണത് എന്നും സർവനാമമാണ് എന്നും പറഞ്ഞു. ഇതിന് ഭാഷയിൽ, അറബി ഭാഷയിൽ ഇതിന് പറയുന്നത് അസ്മാ ഉൽ മൗസൂല എന്നതാണ്. അസ്മാ ഉൽ മൗസൂലയിൽപ്പെട്ട ഒന്നാണ് എന്ത്? ഇത്. അപ്പോൾ ഇതിനെന്ത് പറയും നമ്മൾ? അസ്മാ ഉൽ മൗസൂല എന്നതാണ് ഇത്തരം നാമങ്ങൾക്ക് പറയുന്നത്. അപ്പോൾ ഇതൊന്നായത് ഒറ്റ എണ്ണേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യുന്നു? ഇസ്മുൽ മൗസൂല, മൗസൂലയുടെ നാമം, മൗസൂലയുടെ നാമം എന്ന പേരിലാണ് എന്ത് ചെയ്യുന്നത്? ഇതറിയപ്പെടുന്നത്. ശരി, നമ്മളിവിടെ ഈ ഒരു ഭാഗം എന്ത് ചെയ്യുന്നു? അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ പാഠഭാഗം ഇവിടെ കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലെത്തി മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം ബോക്സിനകത്തിട്ടുകൊണ്ട് ഷെയ്ഖ് ഡോക്ടർ അബ്ദുറഹീം റഹിമഹുല്ല പറയുന്നു, ബൈത്തുൻ ജദീദുൻ. ബൈത്ത് എന്താണ്? മൻഊത്താണ്. ജദീദുൻ നഅത്താണ്. മൻഊത്ത് എന്ന് പറഞ്ഞാൽ വിശേഷിപ്പിക്കപ്പെടുന്നത് എന്നതാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ മനസ്സിലാക്കി. ജദീദുൻ എന്നത് വിശേഷണമാണ്, മൻഊത്ത് നഅത്ത്. അപ്പോൾ ബൈത്തുൻ ജദീദുൻ എന്നതിലെ മൻഊത്ത് ബൈത്തും, അതുപോലെ തന്നെ ബൈത്തുൻ എന്നതും ജദീദുൻ എന്നതുള്ളത് നഅത്തുമാണ്. ഈ പാഠഭാഗത്ത് വന്ന ന്യൂ വേർഡ്സുകൾ എന്തൊക്കെയാണ് നോക്കാം. അൽ കലിമാത്തുൽ ജദീദത്തു, ഒന്ന് അൽ മക്തബത്തു. എന്താണ് മക്തബത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്?
ലൈബ്രറി അല്ലേ. അതുപോലെ തന്നെ അൽ ആൻ നൗ ഇപ്പോൾ, അൽ മിർവഹ ഫാൻ അല്ലേ, അൽ മുസ്തൗസഫ് ക്ലിനിക്ക്, അൽ മദ്രസത്തു സാനവിയ എന്താണ് സെക്കൻഡറി സ്കൂൾ, അൽ വസീർ മന്ത്രി, ഷഹീറുൻ ഫേമസ്, ഹാദുൻ മൂർച്ചയുള്ളത്. ഇത്രയും പുതിയ വാക്കുകൾ ഉപയോഗപ്പെടുത്തി നേരത്തെ നമ്മൾ പഠിച്ചതായ പഴയ വാക്കുകളെല്ലാം കെലിമത്തുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് 9ാമത്തെ ചാപ്റ്റർ നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞത്. ഇൻഷാ അല്ലാഹ് 10ാമത്തെ ചാപ്റ്റർ കഴിയുന്നതോടുകൂടി നമ്മുടെ ആദ്യത്തെ മൊഡ്യൂൾ കഴിയും. അതോടൊപ്പം നമുക്ക് ചെറിയൊരു പരീക്ഷയും നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.